മക്കളെ, ഇന്ന് നമുക്ക് എ എന്ന ചിഹ്നമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എ ചിഹ്നം. ആ, ഇ, ഈ, ഉ, ഊ, ഋ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എ എന്ന ചിഹ്നമാണ്. ഓക്കെ, ആദ്യം മുതൽ ഒന്ന് നോക്കിപ്പോരാം. ക എന്ന അക്ഷരം എടുക്കാം. നമുക്ക് ക എന്ന അക്ഷരത്തിന് ആ എന്ന ചിഹ്നം ചേർത്തു, കാ. അതുപോലെ തന്നെ ക എന്ന അക്ഷരത്തിന് ഈ എന്ന ചിഹ്നം ചേർത്തു, കി. വീണ്ടും നമ്മൾ ക എന്ന അക്ഷരത്തിന് തന്നെ ഈ എന്ന ചിഹ്നം ചേർത്തു, ഈ എന്ന ചിഹ്നം, കീ. അടുത്തതായി ക എന്ന അക്ഷരം എടുത്തു, അതിന് ഉ എന്ന ചിഹ്നം ചേർത്തു, ഉ എന്ന ചിഹ്നം, കു. പിന്നീട് ക എന്ന അക്ഷരം തന്നെ എടുക്കുന്നു, അതിന് ഊ എന്ന ചിഹ്നം ചേർക്കുന്നു, കൂ, കൂ. നമ്മളിവിടെ എടുക്കുന്ന ഏതക്ഷരമാണോ, ഏതക്ഷരമായാലും അതിനോട് കൂടെ ആ എന്ന് ചേർത്ത് പറയാം. മായാണെങ്കിൽ മാ എന്ന് പറയാം. ഇവിടെയും മായാണെങ്കിൽ മീ. ഇവിടെയും നമ്മൾ മായാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ മീ. ഇവിടെയാണെങ്കിലോ മു. ഇവിടെ മൂ. ഓക്കെ, ഇനി അടുത്തത് ഋ ആണ്. ക എന്ന അക്ഷരം തന്നെ എടുക്കുന്നു. നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനൊരു ചിഹ്നം ഇടുക. താഴെയാണ് ഇടേണ്ടത് കേട്ടോ, താഴെ ഇങ്ങനെ ഇടുക. അപ്പം അത് വായിക്കുന്നത് എന്താണ്? കൃ. എന്താണ്? കൃ. ഇനി എ ചിഹ്നമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എ ചിഹ്നം നമ്മൾ ക എന്ന അക്ഷരമാണ് അതുവരെ എടുത്തത്, അതുകൊണ്ട് ക എന്ന അക്ഷരം തന്നെ എടുക്കാം. ക എന്ന അക്ഷരം എടുക്കുന്നു. ക എന്ന അക്ഷരത്തിന് മുകളിൽ എ ചിഹ്നം, ഇതാ ഇങ്ങനെ എ ഉണ്ടോ, ഇവിടെ അങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എ ചിഹ്നം വരയ്ക്കാം. എ. അപ്പോൾ ഇത് വായിക്കുന്നത് എന്താണ്? കെ. ക എന്ന അക്ഷരം എടുക്കുക, മുകളിൽ എന്ത് ചെയ്യുന്നു? മുകളിൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അതെന്താ വായിക്കുക? കെ. ഓക്കെ, അപ്പോൾ ഏതൊരക്ഷരത്തിൻ്റെ മുകളിലും ഇതുപോലെ ഒരു വര ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് വായിക്കുക. അതിൻ്റെ കൂടെ എ ചേർത്തിട്ടാണ് വായിക്കുക. ഏതക്ഷരമാണോ ഉള്ളത് ആ അക്ഷരത്തിനോട് കൂടി എ എന്ന് ചേർത്തിട്ട് വായിക്കുന്നു. ഓക്കെ, ക ആയതുകൊണ്ട് ഇതിനെ കെ എന്ന് വായിക്കും. പ എന്നായിരുന്നു എങ്കിൽ, പ എന്നായിരുന്നു എങ്കിൽ എന്താ വായിക്കുക? പ. എന്ത് വായിക്കും? എ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ പേ. ഓക്കെ, അങ്ങനെ ഏതക്ഷരമാണോ എടുത്തിരിക്കുന്നത് ആ അക്ഷരത്തിൻ്റെ കൂടെ എ ചിഹ്നം ചേർത്ത് പറയുക. ഇനി നമുക്ക് നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഏകി മാത്ര വാലെ ശബ്ദമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എ എന്ന മാത്ര വരുന്ന ശബ്ദം ഇവിടെ തന്നിരിക്കുന്നത് ഷേർ. ഇത് ഷ എന്ന അക്ഷരമാണ്, നമ്മൾ പഠിച്ചതാണ് ഈ ഷ എന്ന അക്ഷരം അല്ലേ. ഷ ഇങ്ങനെ എഴുതിയിട്ട് അതിനടുത്ത് തന്നെ അങ്ങനെ ഒരു വരയുണ്ടാവും, അതാണ് ഷ എന്ന് വായിക്കുക. ഷ. അതിന് മുകളിൽ കണ്ടോ, നേരെ മുകളിലേക്കാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. നേരെ മുകളിലേക്ക് ഇതാ വരച്ചിട്ടുണ്ട്. അതിനെന്താ വായിക്കുക? ഷേ. ഷേ. പിന്നെ രായാണ്, ഷേർ, ഷേർ. അടുത്തത് പ. പ എന്ന അക്ഷരത്തിന് എ ചിഹ്നം കൊടുത്തു, പേ. അടുത്തത് ഡായാണ്, പേഡ്, പേഡ്, പേ ഡ, പേഡ്. ഘ. ഏതാണ് ഈ അക്ഷരം? ഘ. ഘാക്ക് എ ചിഹ്നം കൊടുത്തു. എന്താ വായിക്കുക? ഗേ. അടുത്ത അക്ഷരം രായാണ്, അപ്പോൾ ഗേർ. കൂട്ടി വായിക്കേണ്ടത് എങ്ങനെയാണ്? ഗേർ. ഘ എ ചിഹ്നം രാ, ഗേർ. അതുപോലെ തന്നെ ധ എന്ന അക്ഷരം എടുത്തു, അതിന് എ എന്ന ചിഹ്നം കൊടുക്കുന്നു, രാ എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് വായിക്കുക? ദേർ, ദേർ. ധ എന്ന അക്ഷരത്തിനോട് കൂടി എ എന്ന് പറയാം, ധേ, ധേ. ധ എന്ന അക്ഷരമാണ്, അതിൻ്റെ കൂടെ എ, ധേ, ധേ.
അടുത്തത് ഫ. ഫ എന്ന അക്ഷരത്തിനോട് കൂടി എ പറയാം. ഫേ. ഫ എന്ന് പറയാ, അതിന്റെ കൂടെ എ എന്ന് പറയാം. ഫേ, ഫേ, ഫേർ, ഫേർ. അതുപോലെ തന്നെ ബ. ബാക്യം അതുപോലെ എ ചിഹ്നം നൽകുന്നു. ബാന്റെ കൂടെ എ എന്ന് പറയാ. ഭേ, ബേ, ബേൽ. അടുത്ത് ലായാണ്. ലാ എന്നത് ഇൽ ആണ് ഉച്ചാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൽ. അപ്പൊ എന്താണ് വായിക്കുന്നത്? ബേൽ. എന്താണ്? ബേൽ. ഭ എ ചിഹ്നം ല, ബേൽ, ബേൽ. ഘ എ ചിഹ്നം ല, ഘേൽ, ഘേൽ. ഗ എ ചിഹ്നമാകുമ്പോ ഗാന്റെ കൂടെ എ ചിഹ്നം വരുമ്പോ എന്താ വായിക്കുക? ഘേ, ഘേ. അടുത്തത് ല, ഗേൽ, ഗേൽ. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന അക്ഷരമാണ് ഝ. ഝ. ഝാന്റെ മുകളിൽ എ ചിഹ്നം ഝേ, ഝേൽ, ഝേൽ. മാ. മാക്ക് എ ചിഹ്നം നൽകിയിരിക്കുന്നു. മേ. മായുടെ കൂടെ എ ചിഹ്നം കൊടുത്ത് എന്താ വായിക്കുക? മേ, മേ, മേൽ. അപ്പോൾ എ ചിഹ്നം എങ്ങനെയാണ് വരുന്നത്? ഏതൊരക്ഷരമാണോ എഴുതുന്നത്, ഏതൊരക്ഷരമായിരുന്നാലും ആ അക്ഷരത്തിന് മുകളിൽ എന്താണ്? ഒരു വര മാത്രം, ഒറ്റ വര അങ്ങനെ ഉണ്ടാവും. ഏതൊരക്ഷരമായിരുന്നാലും ആ അക്ഷരത്തിന് മുകളിൽ ഒരു വര എങ്ങനെ ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? എ ചിഹ്നം എന്ന് പറയുന്നത്. ആ എ ചിഹ്നം നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ഏതക്ഷരമാണോ ഉള്ളത് ആ അക്ഷരത്തിനോട് കൂടി എ എന്ന് ചേർത്ത് പറയുക. മ, മേ, ത, തേ, തേ. ഓക്കെ. ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് അക്ഷരത്തിന്റെ മുകളിലുള്ള ചിഹ്നം ആ ഭാഗം മാത്രം പറഞ്ഞിട്ട് പോകാം. ബാക്കി നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. തേ, പിന്നെ ലായാണ് തേൾ, അല്ലേ? ഗേ, ത, ഗേത്ത്. അടുത്തത് ഠേ, ഠേ. ഠായാണ് അക്ഷരം. അതിന്റെ മുകളിൽ എന്താണ്? എ ചിഹ്നം വന്നിരിക്കുന്നു. അപ്പൊ അത് വായിക്കുന്നത് ഠേ, ഠേർ. ഷേ, ഷേ. ഇത് ഷോ എന്ന് പല കുട്ടികളും വായിച്ചു പോകും. കാരണം എന്താണ്? ഇവിടെ അങ്ങനെ ഒരു വര ഉണ്ടാവുമ്പോൾ അത് നേരെ മുകളിലും ഇത് ഓന്റെ ചിഹ്നമാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ എന്താണ് ഇവിടെ? ഇവിടെ ഷ എന്ന അക്ഷരം പൂർണ്ണമാകണമെങ്കിൽ ഈ ഒരു വരയും കൂടെ വേണം. അപ്പോഴാണ് ഷ എന്ന അക്ഷരം പൂർണ്ണമാകുന്നുള്ളൂ. ഓക്കെ. അതായത് ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഷ എന്ന് വായിക്കുകയില്ല. അതിൻ്റെ കൂടെ എന്താണ്? ഇങ്ങനെ ഒരു വരയും കൂടെ വേണം. അപ്പോഴാണ് അത് ഷ എന്ന് വായിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് ഷേ, ഷേ. ഷേക്ക്, ഷേക്ക്. റേൽ, റേ. രാ എ ചിഹ്നം റേ. ജ എ ചിഹ്നം ജേ, ജേൽ, ജേൽ. ഖ എ ചിഹ്നം കേ, കേ. ക എ കൂട്ടി പറയാം എങ്ങനെയാണ്? കേ, കേക്ക്, നേക്ക്. അപ്പം എങ്ങനെയാണ് അത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ബാക്കി നമുക്ക് അങ്ങോട്ട് വായിച്ച് പോകാം. ഓക്കെ. നേക്ക്, ടേ, കാ, ടേക്ക്, അല്ലേ? ഇത് ടാ എന്ന അക്ഷരമാണ്. അതിൻ്റെ മുകളിൽ എ ചിഹ്നം ഉണ്ട്. അപ്പം ടേക്ക്. ദ എ ചിഹ്നം കാ, ദേക്ക്. മക്കളെ ഇതെന്താണ്? സ. അതിൻ്റെ മുകളിൽ എ ചിഹ്നമാണ്. എന്താണ് വായിക്കുന്നത്? സേ, സേബ്. അതുപോലെ തന്നെ വീണ്ടും സായാണ് വന്നിരിക്കുന്നത്. സേ, സേക്ക്. ബ. ബാന്റെ കൂടെ എ കൂട്ടി പറയൂ. ബാന്റെ കൂടെ എ കൂട്ടിയിട്ട് ബേ, അല്ലേ? ബേല. മാക്കി എ ചിഹ്നം കൊടുക്കുക. മേ, മേല. സേവ, കേല. ഗ എ ചിഹ്നം നൽകിയിരിക്കുന്നു. ഘേ, ഘേല. ഛ എ ചിഹ്നം ചേ, ചേല. ഢാക്കി എ ചിഹ്നം നൽകിയിരിക്കുന്നു. ഠേല. അതുപോലെ തന്നെ ര, രേല.
ദേവധ ദേവധ ദാക്കിയാണ് ഇവിടെ എ ചിഹ്നം നൽകിയിരിക്കുന്നത് അല്ലേ. ദാക്കി എ ചിഹ്നം നൽകിയിരിക്കുന്നു. അപ്പം ദാൻ്റെ കൂടെ എ ചേർത്തിട്ട് പറയാ. എന്താണ് പറയേണ്ടത്? ദേ ദേ ദേവധ. അടുത്തതായിട്ട് സ. അടുത്തത് പായാണ്. പാക്ക് മുകളിലാണ് എ ചിഹ്നം നൽകിക്കുന്നത്. പേ സ പേര സ പേര. അടുത്തത് സവേര വായാണ്. വാക്ക് മുകളിലാണ് ചിഹ്നം. വേ സവേര. ഠ അതുപോലെ തന്നെ അടുത്ത ഠാക്ക് മുകളിലാണ് ചിഹ്നം വന്നിരിക്കുന്നത്. ഠഠേര ഠഠേര. ഹവേലി ഹവേലി. അടുത്തതോ സ കഴിഞ്ഞിട്ട് ഹാക്ക് മുകളിലാണ് ചിഹ്നം വന്നിരിക്കുന്നത്. സാഹേ ഹാക്ക് മുകളിൽ ചിഹ്നം വന്നാൽ എന്താ വായിക്കുക? ഹേ സാഹേലി. അടുത്തതോ പഹേലി. ഛമേലി ചമേലി. ആ കാക്ക് മുകളിലാണ് ചിഹ്നം വന്നിരിക്കുന്നത്. കെ അഖേലി അഖേലി. ല എന്ന അക്ഷരാണിത്. ഈ ചിഹ്നം അഖേലി. രമേശ് രമേശ് രാ മാക്ക് മുകളിലെ ചിഹ്നം ഷ രമേശ്. ദിനേശ് ദിനേശ് നാക്ക് മുകളിലാണ് ചിഹ്നം. ദിനേശ്. മുകേഷ് ഖാക്ക് മുകളിലാണ് ചിഹ്നം വന്നിരിക്കുന്നത്. മുകേഷ്. മഹേഷ് കുറേ പേരുകൾ നമ്മൾ പഠിച്ചു അല്ലേ. എന്തൊക്കെ പേരുകളാണ്? രമേശ്, ദിനേശ്, മുകേഷ്, മഹേഷ്. മാ ഹാന്റെ മുകളിലെ ചിഹ്നം ഷ അല്ലേ. മഹേഷ്. അടുത്തത് സേവക് സേവക്. സു രാന്റെ മുകളിലെ ചിഹ്നം സുരേഷ് സുരേഷ്. ഒരു പേരൂടെ നമ്മൾ പഠിച്ചു അല്ലേ. സുരേഷ്. ബേസൻ ബേസ. അടുത്തത് നായാണ്. ബേസൻ ബേസൻ ബേസൻ. രേഷ്മ രേഷ്മ രേഷ്മ. നാക്ക് മുകളിൽ ചിഹ്നം വന്നിരിക്കുന്നു. നേവല നേവല നേവല. അടുത്തതായിട്ട് ബായാണ്. ബാക്കി മുകളിൽ ബാ കഴിഞ്ഞിട്ട് സാക്ക് മുകളിലാണ് ചിഹ്നം വന്നിരിക്കുന്നത്. സ എന്ന അക്ഷരത്തിന് മുകളിൽ ബസേര ബസേര. ഝാക്ക് മുകളിലാണ് ചിഹ്നം വന്നിരിക്കുന്നത്. ജേവർ ജേവർ. മക്കളെ ഇനി നമുക്ക് ആകെ 4 വാക്കുകൾ കൂടി വായിക്കാനുള്ളൂ. അത് ഇത്രയും വായിച്ച അത്രയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എ ചിഹ്നം നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എ ചിഹ്നം എങ്ങനെയാണ് വരുന്നത് മറന്നു പോവാത്ത രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. എ ചിഹ്നം മാക്ക് മുകളിൽ എ ചിഹ്നം വന്നിരിക്കുന്നു. മേഹനാത്ത് മേഹനത്ത്. മലേറിയ മലേറിയ മലേറിയ. മേഹമാൻ 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 മേഹമാൻ. ജേവരാത്ത് ജേവരാത്ത് ജേവരാത്ത്. ലാൽട്ടൻ ലാൽട്ടൻ. അടുത്തതായിട്ട് ധാക്ക് മുകളിലാണ് അല്ലേ എ ചിഹ്നം വന്നിരിക്കുന്നത്. മഹാദേവ് മഹാദേവ്. അടുത്തതും ധാക്ക് മുകളിലാണ് എ ചിഹ്നം വന്നിരിക്കുന്നത്. ജയദേവ് ജയദേവ്. മഹാദേവ് ജയദേവ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റൻസ് നോക്കാം. എ ചിഹ്നം വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. രമേശ് രമേശ് വ റീന ബായി ബഹൻ ധേ. നമ്മൾ ആദ്യം മുതൽ പഠിച്ച എന്തൊക്കെ ചിഹ്നങ്ങളാണ് നിങ്ങളിതിൽ കാണുന്നത്. ഇങ്ങനെ നിങ്ങൾ പാരഗ്രാഫായിട്ട് നോക്കി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ചിഹ്നങ്ങൾക്കൊക്കെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ഓക്കെ. റൗണ്ട് ഇടുക, റൗണ്ടിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ റൗണ്ടിലാക്കിയ ചിഹ്നം ഏതാണ്? ആ ചിഹ്നമാണ് അല്ലേ. ആ ചിഹ്നം. അതുപോലെ തന്നെ നമ്മൾ ഇതും പഠിച്ചതാണ്. രാക്കി അടുത്തുള്ള ചിഹ്നം അതെന്ത് ചിഹ്നമാണ്? ഈ ചിഹ്നം. അതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലേ. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്?
എ ചിഹ്നം ഇവിടെ വന്നിട്ടുണ്ട് ചിഹ്നം. രമേശ്, രമേശ്. വ റീന, ബായി ബഹിൻ, ബഹിൻ. ഇതിൽ വന്നിരിക്കുന്ന ചിഹ്നം നമ്മൾ പഠിച്ചതാണ്. എന്ത് ചിഹ്നമാണ്? ഈ ചിഹ്നം, വെറും ഈ, ചെറിയ ഈ അല്ലേ? ഈ ചിഹ്നം ബഹിൻ. ധേ, ധേ. ഈ എ ചിഹ്നം നമ്മൾ പഠിച്ചു, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എ ചിഹ്നം ധേ. അടുത്തത് വാ, വാക്കും അതുപോലെ എ ചിഹ്നം നൽകിയിരിക്കുന്നു. വേ, വേ. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ചിഹ്നമാണ്? എ ചിഹ്നം, എ ചിഹ്നമാണ് ഇവിടെ ഉള്ളത്. വേ. ഏക് സാത്ത് ഗേൽത്തേ, ഇവിടെയും ഏത് ചിഹ്നമാണുള്ളത്? എ ചിഹ്നം. ഗേൽത്തേ, ഗേൽത്തേ, പടുത്തേ, രണ്ടും എ ചിഹ്നമാണ് വന്നിരിക്കുന്നത്. ധേ, അവിടെയും എ ചിഹ്നമാണ് വന്നിരിക്കുന്നത്. അമൻ, ഇവിടെ ഒരു ചിഹ്നമില്ല അല്ലെ? അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ആയും മായും നായും. നാ ലാസ്റ്റ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? എന്നാണ്. അപ്പൊ എന്താണ്? അമൻ, അമൻ. തഥാ, അമൻ തഥാ. രമേശ്, ഇവിടെ എ ചിഹ്നം വന്നിരിക്കുന്നു. രമേശ്. ഗഹരേ, ഇവിടെയും എ ചിഹ്നമാണ്. ഗഹരേ. മിത്ര, ഈ ചിഹ്നം. മിത്രധേ, മിത്രധേ. വേ ഏക് ഹി, വേ എ ചിഹ്നം. വേ ഏക് ഹി, ഈ ഏക് ഹി. കക്ഷാഖേ, കക്ഷാഖേ, ഖേ. ഛാത്രധേ, കക്ഷാഖേ ഛാത്രധേ. ഛാത്ര, ഛാത്ര. എന്താണ് വായിക്കുന്നത്? ഛാത്ര. കക്ഷാഖേ ഛാത്രധേ. സാവൻ, സാവൻ, സാവൻ. ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല അല്ലെ? സാവൻ. ക, സാവൻ ക. ഇവിടെ ആ ചിഹ്നമുണ്ട്, ആ എന്ന ചിഹ്നമുണ്ട് ഇവിടെ. സാവൻ ക. മഹീന, ഇവിടെ ഏത് ചിഹ്നാണുള്ളത്? ഈ, മഹീന ധ. ഇവിടെ ആ എന്ന ചിഹ്നമുണ്ട് അല്ലെ? ഈ എന്ന ചിഹ്നമുണ്ട്, ആ എന്ന ചിഹ്നമുണ്ട്. മഹീനാധ. നദി, നദി, ഈ ചിഹ്നം. നദി. നദി കിനാരേ, കിനാരേ. ഇവിടെ 3 ചിഹ്നം വരുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഈ ചിഹ്നം വരുന്നുണ്ട്, ആ എന്ന ചിഹ്നം വരുന്നുണ്ട്, എ എന്ന ചിഹ്നം വരുന്നുണ്ട്. കിനാരേ, കിനാരേ. മേള, മേള. ഏത് ചിഹ്നമാണ് മക്കളെ? എ അല്ലേ? മേള. ലഘാധ, ലഘ, ലഘ, ആ ചിഹ്നം. ലഘാധ. രമേശ്, എ ചിഹ്നം. രമേശ്. റീന, റീന, ഈ എന്ന ചിഹ്നമാണ് വന്നിരിക്കുന്നത് അല്ലേ? രമേശ്, റീന. വ അമൻ, ഭി. മേള देखने गए, മേള देखने गए. റീന की സഹേലി, റീന, ഈ ചിഹ്നം, ആ ചിഹ്നം. റീന की, ഈ. സാഹേലി, ഹാ ഹേ, ഹാ ഹേ. ഹാന്റെ കൂടെ എ ചിഹ്നം കൂട്ടി ഹേ, ഹാ ഹേ. സഹേലി. കമല, ബി, കമല ബി. മിൽ, മിൽ. മ, ഈ ചിഹ്നം. ല, മിൽ ഗയി, ഗയി, മിൽ ഗയി. മേളെ മേം, ഇവിടെ എന്താണ്? 2 എ ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടോ എത്ര എ ചിഹ്നം വന്നിട്ടുണ്ട് ഇവിടെ? 2 എ ചിഹ്നം വന്നിട്ടുണ്ട്. മാന്റെ മുകളിലും ലാക്ക് മുകളിലും എന്ത് വന്നിരിക്കുന്നു? എ ചിഹ്നം വന്നിരിക്കുന്നു. മേളെ മേം, മേം. ഇതാണ് നമ്മൾ നോക്കാത്തൊരു ചിഹ്നം അല്ലേ? മേ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തിന് എന്താണ്? ഒരു ഡോട്ട് ഉണ്ട്. അപ്പോൾ എന്താ വായിക്കുക? മേം, മേം. മേളെ മേം, മേളയിൽ. एक सर्कस भी था, एक सर्कस भी था. वे टिकट लेकर, टिकट, टी, ഈ ചിഹ്നം. വാക്കി എ ചിഹ്നം. വേ, വേ. ടിക്കറ്റ് ലേക്കർ, ലാ, ലാന്റെ മുകളിൽ ഏത് ചിഹ്നമാണ്? എ ചിഹ്നം. ലേക്കർ. ഭീതർ, ഭീതർ ഗയെ. भालू, काले, वा, बालू, भालू. काले, 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 वा, वा. बड़े बड़े, എന്താണ് ഇവിടെ? ബഡേ, ബഡേ. ബായുണ്ട്, ഡായുണ്ട്, എ ചിഹ്നുണ്ട്. വീണ്ടും ബായുണ്ട്, ഡായുണ്ട്, എ ചിഹ്നുണ്ട്. എ ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്താ വായിക്കുക? ആ അക്ഷരത്തിനോട് കൂടി എ എന്ന് കൂട്ടിയിട്ടാണ് വായിക്കുക. അപ്പൊ ഡാ ഡേ, ഡാ ഡേ. ഓക്കെ. ബഡേ, ബഡേ. ജൂത്തേ, താ തേ, താ
തേ എന്നാണ് വായിച്ചത്. ഇവിടെ താൻ്റെ മുകളിൽ ഏച്ചിനുണ്ടായപ്പോൾ എന്ത് വെച്ചു? തേ. ജൂ തേ. ഊ എന്ന ചിഹ്നം. ഊ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചതാണ്. ജ എന്ന അക്ഷരത്തിന് ഊ എന്ന ചിഹ്നം കൊടുത്തു. ജൂത്തേ. ജൂത്തേ. പഹൻകർ. പഹൻകർ. ആയ. ആയ. ഇവിടെ ഏത് ചിഹ്നമാണുള്ളത്? അതെ, ആ ചിഹ്നമാണുള്ളത് അല്ലേ? ആ ചിഹ്നം. വാനർ. ഇവിടെയും അതേ ആ ചിഹ്നം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതേ ചിഹ്നം. വാനർ. ഏനക്. ഏനക്. ദേ ചിഹ്നമാണ്. ഏനക്. ഏനക്. ലഘാക്കർ. ലഘാക്കർ. ആ ഏത് ചിഹ്നം വന്നിരിക്കുന്നത്? ആ ചിഹ്നം. ലഘാക്കർ. ആയ. ലഘാക്കർ. ആയ. ആയ. ഷേർ. ഷേർ. ഷ ഏ ചിഹ്നം ര. ഷേർ. അബി. ഖഡ്ഗരേ. ഖഡ്ഗരേ. ഖരേ. ഖരേ. ഖഡ്ഗരേ. കേ. കാന്റെ മുകളിൽ ഏതാണ് ചിഹ്നം? ഏ ചിഹ്നം. കാക്ക് മുകളിൽ ഏതാണ്? ഏ ചിഹ്നം. കേ. ബീഥർ. ബാ ഈ ചിഹ്നം കൂട്ടി വായിക്കുക. ബി. ബീഥർ. ബീഥർ. ഹി. ഹി ധാ. ഭീത്തർ ഹി ധാ. അബി കഡ്ഘരെ കെ ഭീത്തർ ഹി ധാ. ഉസ്നെ. ഊസാ പിന്നെ നാക്കി ഏ ചിഹ്നം. ഉസ്നെ. ഉസ്നെ. ജോർസേ. ജോർസേ. ഇത് ഓ ചിഹ്നമാണ്. നമ്മളിത് പഠിച്ചിട്ടില്ല, ഇനി പഠിക്കാൻ പോകുന്ന ചിഹ്നമാണ് ഇതിലുള്ളത്. ഓക്കെ. ഏ ചിഹ്നത്തിന് അക്ഷരത്തിൻ്റെ മുകളിൽ ഒരേ ഒരു വര മാത്രമാണ് ഉണ്ടാവുക. അക്ഷരത്തിന് മുകളിലായിട്ട് ഒരേ ഒരു വരയാണ് എന്തിനുണ്ടാവുക? ഏ ചിഹ്നത്തിന് ഉണ്ടാകുന്നത്. ഇത് പാ എന്ന അക്ഷരമാണ്, അതിൻ്റെ മുകളിൽ ഒരേ ഒരു വര. അപ്പം എന്താ വായിക്കുക? ഭേ. ഏ ചിഹ്നം മുകളിൽ ഒരു വര. ഏ ചിഹ്നം മുകളിൽ ഒരു വര എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. മുകളിൽ ഒറ്റ വരയാണ് ഏ ചിഹ്നം. उसने जोर से. जोर से. दहाड़. दहाड़. लगाई. ദഹാഡ് ലഖായി. ഓക്കെ. അപ്പം അത്രയും നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് വായിച്ചു. ഇത് വേണ്ട, അത് പുതിയത് തുടങ്ങല്ലേ. അപ്പം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ദഹാഡ് ലഖായി. ദഹാഡ് ലഖായി. അത്രയും നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് വായിച്ചു. അതോടുകൂടി തന്നെ നിങ്ങൾ ഇതിലുള്ള ഏ ചിഹ്നം കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഒരിക്കലും ഏ ചിഹ്നം മറന്നു പോകരുത്. എവിടെ ഏ ചിഹ്നം കണ്ടാലും അത് ഏ ചിഹ്നമാണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയിൽ വരണം. ഏതൊരക്ഷരത്തിൻ്റെ മുകളിലും ഒരേ ഒരു വര ഉണ്ടാവും. അപ്പോൾ അതിനോട് ആ അക്ഷരത്തിനോട് കൂടിയിട്ട് എന്ത് പറയുക? ഏ ചേർത്തിട്ട് പറയാം. അതാണ് അവിടെ നമ്മൾ വായിക്കേണ്ടത്. ഘ എന്ന അക്ഷരമാണെങ്കിൽ ഘേ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തതായി നമുക്ക് ഓ ചിഹ്നമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓ ചിഹ്നവുമായിട്ട് വരാം. ആ ചിഹ്നമാണ് ഇവിടെ. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇതാണ് ഓ എന്ന ചിഹ്നം. ഇങ്ങനെ ഉണ്ടായിരിക്കും, മുകളിലും വര ഉണ്ടായിരിക്കും. ഏ ചിഹ്നത്തിന് മുകളിൽ ഒരു വര മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓ ചിഹ്നത്തിന് രണ്ട് താഴെ ഉണ്ടായിരിക്കും, മുകളിലും ഉണ്ടായിരിക്കും. ഓക്കെ. അതാണ് ഓ ചിഹ്നം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഏ ചിഹ്നം വരെ നിങ്ങൾ ആദ്യം മുതൽ ശരിക്കും നോക്കുക. ആ, ഈ, ഉ, ഊ, റ്, ഏ. അത്രയും 7 ചിഹ്നങ്ങൾ, 7 മാത്രകൾ നമ്മൾ പഠിച്ചു. അത്രയും മാത്രകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ അക്ഷരത്തിനും ആ ചിഹ്നം കൊടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിന്ദി സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. ഇനി ബാക്കി കുറച്ച് ചിഹ്നങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.